വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. കാന്താരിക്കൊരു കല്യാണം ഭാഗം 11. ദാമി തിരികെ വീട്ടിലെത്തുമ്പോഴും നില ഫോണുമായി സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്കൂട്ടി ഒതുക്കി വെച്ച് കയറി വരുന്ന ദാമിയെ കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റെങ്കിലും കരഞ്ഞു വീർത്ത മുഖവുമായി അവളെ ശ്രദ്ധിക്കാതെ ദാമി അകത്തേക്ക് കയറിപ്പോയി. ദാമിയുടെ മുഖം കണ്ട് സംഗതി പന്തിയല്ലെന്നു മനസ്സിലാക്കിയ നില അവൾക്ക് പുറകെ അകത്തേക്ക് ചെന്നു. സെറ്റിയിലിരുന്ന് ന്യൂസ് കാണുകയായിരുന്ന അച്ഛൻ ദാമിയെ കണ്ട് ചിരിച്ചെങ്കിലും അവളുടെ കരയുന്ന മുഖം കണ്ടതും പുള്ളിക്കാരനും ആശങ്കയോടെ അവിടെ നിന്നും എഴുന്നേറ്റു. ദാമി അച്ഛനെയും ശ്രദ്ധിക്കാതെ പടികൾ കയറി മുകളിലുള്ള അവരുടെ മുറിയിലേക്ക് പോയി. അച്ഛമ്മേ വന്നേ, എടുത്തത് തിരികെ കരഞ്ഞോണ്ടാ വന്നേക്കുന്നത്, എന്തു പ്രശ്നമുണ്ട് കേട്ടോ? മുറിക്കകത്ത് സീരിയലിൽ മുഴുകിയിരിക്കുകയായിരുന്ന അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്ന നില പുള്ളിക്കാരി അവിടെ നിന്നും കുത്തിപ്പൊക്കി. പാർവതിയമ്മയും നിലയും പുറത്തേക്ക് വന്നപ്പോൾ ദേവാനന്ദൻ പടികൾക്ക് മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താടാ കൊച്ചു കരഞ്ഞോണ്ടും വന്നത്? പകച്ചു നിൽക്കുകയായിരുന്ന ദേവാനന്ദനോട് അവർ ചോദിച്ചു. ആ പുള്ളി മുകളിലേക്ക് നോക്കി കൈമലർത്തി. ചേട്ടൻ വരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. പുറത്ത് ബുള്ളറ്റ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും നില പറഞ്ഞു. കാര്യം തിരക്കാൻ പുറത്തേക്ക് ഇറങ്ങി അവരെ തള്ളി മാറ്റിക്കൊണ്ട് സൂര്യനകത്തേക്ക് കയറി. ഡാ അവിടെ നിക്ക്. മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറാൻ തുടങ്ങിയ സൂര്യൻ അച്ചമ്മ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നിന്നു. എന്താടാ കൊച്ചിനെ പറ്റിയേ? അവന്റെ അടുത്തേക്ക് ചെന്ന അച്ചമ്മ ചോദിച്ചു. പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മറുപടി പറയാതെ സൂര്യൻ വീണ്ടും മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. മുകളിൽ വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം കേട്ട് പാർവതിയമ്മ വീണ്ടും ദേവാനന്ദന് നേരെ തിരിഞ്ഞു. നീ എന്താടാ ഇങ്ങനെ വിഴുങ്ങസ്യാന്ന് നിൽക്കുന്നേ? ഞാൻ പിന്നെ എന്തു ചെയ്യണമെന്നാ അമ്മ പറയുന്നേ? എടാ അവനെ വിളിച്ച് ചോദിക്ക് എന്താ പ്രശ്നമെന്ന്. പാർവതിയമ്മ പറഞ്ഞിട്ടും മറുപടിയൊന്നും പറയാതെ മുകളിലോട്ട് പോയ അമിട്ട് പൊട്ടുമോ അതോ ചീറ്റുമോ എന്ന ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു വെടിക്കെട്ടുകാരനെ പോലെ പുള്ളിക്കാരൻ വീണ്ടും മുകളിലോട്ട് നോക്കിയുള്ള ആ നിൽപ്പ് തുടർന്നു. സ്വീകരണ മുറിയിലെ ഒച്ചപ്പാടും ബഹളവും കേട്ട് അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ലളിതയും എത്തി. എന്താ പ്രശ്നം? വാനനിരീക്ഷകരെ പോലെ എല്ലാവരും മുകളിലേക്കും നോക്കി നിൽക്കുന്നത് കണ്ട് ലളിത ചോദിച്ചു. അമ്മേ, ചേട്ടനും ഏട്ടത്തിയും തമ്മിൽ എന്തോ ഉടക്ക്? ഏട്ടത്തി കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്, പുറകെ ചേട്ടനും. എന്തെങ്കിലും ഇപ്പൊ സംഭവിക്കും. ചേരവ എടുത്ത് മോന്തക്കിട്ടൊരു തേമ്പ് തന്നാലുണ്ടല്ലോ, മിണ്ടാതിരിക്കടി അവിടെ. ആ ചെറുക്കൻ വിഷമിച്ച മുകളിലേക്ക് പോയേക്കുന്നേ. അച്ചമ്മ പറഞ്ഞത് കേട്ട് ലളിതയും അവരുടെ കൂടെ കൂടി മുകളിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു. അവനും കരച്ചിലാണോ? ചേട്ടൻ കരയുന്നത് കണ്ടില്ല, പക്ഷെ ആകപ്പാടെ ഒരു പരിഭ്രമമുണ്ട്. നില അമ്മയ്ക്കുള്ള മറുപടി കൊടുത്തു. നീ പോയി ചോദിക്കുന്നുണ്ടോ? പാർവതിയമ്മ വീണ്ടും മകനോട് ചോദിച്ചു. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കും മനുഷ്യ. ലളിതയും ഭർത്താവിനെ തോണ്ടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴത്തെ പിള്ളേരാ രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്തും ചെയ്തു കളയുന്ന പ്രകൃതമാ ഇന്നത്തെ പിള്ളേർക്ക്. അതുകൊണ്ട് നീ പോയില്ലേ, ഞാൻ പോയി നോക്കും. അതും പറഞ്ഞ് അച്ചമ്മ പടികൾ കയറാൻ തുടങ്ങി. എന്നാ പിന്നെ ഞാനും വരാച്ചമ്മേ. നിലയും അച്ചമ്മയുടെ പിന്നാലെ മുകളിലേക്ക് കയറാൻ നോക്കി. നീ ഇതെങ്ങോട്ടാ? അച്ചമ്മ അവളെ കൈ ഉയർത്തി തടഞ്ഞു. ഞാനും കൂടി വരാന്നേ. ഇങ്ങനെയുള്ള സംഘടനാത്മകമായ സന്ദർഭങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? കാലെ പിടിച്ച് നില തടിച്ചാലുണ്ടല്ലോ ഞാൻ. അവളുടെ ഒരു സംഘടനാത്മകം. അതും പറഞ്ഞ് നിലയെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയിട്ട് അച്ചമ്മ മുകളിലേക്ക് കയറി. സൂര്യൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു ദാമി. വാതിൽ വലിച്ചടച്ചിട്ട് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. ഏങ്ങലടിയിൽ അവളുടെ ശരീരം ഉലയുന്നുണ്ട്. ദാമി, അവൻ മെല്ലെ വിളിച്ചു. അനക്കമൊന്നുമില്ലാതെ കരച്ചിൽ തന്നെ. കാളിക്കുട്ടി. കൈകൾ കിടക്കയിൽ കുത്തി അവളുടെ കാതോരം അവൻ മന്ത്രിച്ചു. അവളെ വിളിക്ക്. ആരെ? അവൻ ചോദിച്ചു. നിന്റെ മറ്റവളെ. കമഴ്ന്ന് കിടന്നുകൊണ്ട് തന്നെ അവൾ ഒച്ചയെടുത്തു. അവളെ തന്നെയല്ലേ ഞാൻ വിളിച്ചത്? അവളുടെ തോളത്ത് മെല്ലെ പിടിച്ച് തിരിച്ചു കിടത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. തൊട്ടുപോകരുതെന്നെ,
അവൻ പോയേക്കുന്നു അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ. അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൾ ചീറി. നീ ഇത് ചുമ്മാ ഇങ്ങനെ പറയല്ലോ. അവളുടെ വിവാഹം മുടങ്ങിയ കാര്യം അറിഞ്ഞപ്പോ ഒന്ന് ചെന്ന് കാണുമെന്ന് തോന്നി. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഇമോഷണൽ ആയപ്പോ ഞാനൊന്ന് ആശ്വസിപ്പിച്ചു. അതിനാണോ നീ ഇങ്ങനെ സീനാക്കുന്നേ? അയ്യടാ, അവന്റെ ആശ്വസിപ്പിക്കലി കെട്ടിപ്പിടിച്ച് നിന്നിട്ടാണോടാ ആശ്വസിപ്പിക്കുന്നേ? കെട്ടിപ്പിടിച്ചെന്നോ? നീ വെറുതെ നടക്കാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അവൾ കരഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് ചേർന്ന് നിന്നപ്പോ ഞാൻ തോളത്തൊന്ന് തട്ടി ആശ്വസിപ്പിച്ചു. അത്രയല്ലേ ഉള്ളൂ. എന്നാ ഞാനും പോയി അതുപോലെ ആരെങ്കിലും ഒക്കെ കെട്ടിപ്പിടിക്കട്ടെ? ദേഷ്യത്തോടെ തല ഇളക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ചെല്ലേ, തീയും പോയി ആരെങ്കിലും കെട്ടിപ്പിടിക്കും. അല്ല പിന്നെ, അല്ലെങ്കിലും നമ്മൾ തമ്മിൽ ഇതൊരു കോൺട്രാക്ട് മാത്രമല്ലേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെ കിടന്ന് ഷോ കാണിക്കുന്നത് എന്തിനാ? അല്പമൊരു ദേഷ്യത്തോടെ സൂര്യനും ചോദിച്ചു. എന്താ നീ പറഞ്ഞേ? ഇതൊരു ഷോ മാത്രമാണെന്നോ? കൊള്ള, അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തു നിന്നും എന്തുമാത്രം ദൂരം നമ്മൾ മുന്നോട്ട് പോന്നിട്ടുണ്ടെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ച ശേഷം ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന ബാഗ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു. നീ ഇതെങ്ങോട്ടാ? അവൾ ബാഗ് എടുത്ത് തോളത്തേക്ക് തൂക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് ആരെങ്കിലും പോയി കെട്ടിപ്പിടിക്കാൻ? ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ടവൾ വാതിൽ വലിച്ചു തുറന്നു. വാതിലിന് മുന്നിൽ ചെവി ഓർത്തു നിന്നിരുന്ന അച്ചമ്മയെയും അവർക്ക് പുറകിൽ നിന്നിരുന്ന നിലയെയും കണ്ട് ദാമി ചെറുതായൊന്ന് ഞെട്ടി പുറകോട്ടു മാറി. ഞാൻ മോളെ വെറുതെ എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ. മുന്നിൽ നിന്ന് തപ്പിത്തടയുന്ന അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്ന ദാമി അവരെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. അച്ചമ്മ കൊച്ചുവനോട് ചോദിച്ചാൽ മതി എന്താ പ്രശ്നമെന്ന്, ഞാൻ പോവാ. കരച്ചിലിനിടയിൽ അവൾ പറയുന്നത് കേട്ട് അച്ചമ്മ തല ഉയർത്തി അകത്ത് കട്ടിലിരിക്കുകയായിരുന്ന സൂര്യനെ നോക്കി. മുഖം കൈകളിൽ മറച്ച് തല താഴ്ത്തിയിരിക്കുന്ന അവനെ ഒന്ന് നോക്കിയിട്ട് അച്ചമ്മ തിരിഞ്ഞ് ദാമിയുടെ മുഖം പിടിച്ചുയർത്തി. മോളി രാത്രിയിൽ എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്? എന്റെ വീട്ടിലേക്ക്. ഇനി അഭിനയിക്കരിക്കും വയ്യ അച്ചമ്മേ. പാർവതിയമ്മയുടെ കൈകൾ വിടുവിച്ച് അവൾ താഴേക്കിറങ്ങി. മോളി നിക്ക്, അമ്മ പറയുന്നൊന്ന് കേക്ക്. പുറകെ ചെന്ന് ലളിത പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്കിറങ്ങി അവൾ സിറ്റ് ഔട്ടിൽ നിന്നും നിലയുടെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചുപോയി. അച്ചമ്മ സൂര്യന്റെ മുറിക്കകത്തേക്ക് ചെന്ന് കട്ടിലിൽ അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് തോളത്ത് മെല്ലെ തട്ടി. കൈകളിൽ മുഖം താങ്ങിയിരിക്കുകയായിരുന്ന അവൻ മുഖമുയർത്തി നോക്കി. അവന്റെ കലങ്ങിച്ചു വന്നിരുന്ന കണ്ണുകൾ കണ്ട് അവർക്കും വിഷമം തോന്നി. എന്താടാ കണ്ണായത്? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? മോൾ എന്തിനാ പിണങ്ങിപ്പോയേ? അവന്റെ മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു. വാതിൽക്കൽ ചാരി നിന്നിരുന്ന നിലയുടെ മുഖത്തും സങ്കടം നിറഞ്ഞു. കരച്ചിൽ കടിച്ചമർത്തി വിരലുകൾ കൊണ്ട് വാതിലിൽ മെല്ലെ ചുരണ്ടിക്കൊണ്ട് അവൾ അവനെയും നോക്കി നിന്നു. പറ, എന്തിനാ മോള് പിണങ്ങിപ്പോയേ? അച്ചമ്മ വീണ്ടും ചോദിച്ചു. നിഷയുടെ വീട്ടിൽ വെച്ച് അവളുടെ ആ കല്യാണം മുടങ്ങിയ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ നിഷയ്ക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. കരച്ചിലിനിടയ്ക്ക് അവൾ അറിയാതെ എന്റെ നെഞ്ചിലേക്കൊന്ന് ചാരി. ഞാനാണെ മറ്റൊന്നും ആലോചിക്കാതെ അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് കണ്ടുകൊണ്ടുവന്ന ദാമിക്ക് ഫീലായി അച്ചമ്മേ. അത് പിന്നെ ആർക്കായാലും അങ്ങനെയൊക്കെ കണ്ട വിഷമം തോന്നില്ലേടാ. അവൾ നിന്റെ ഭാര്യയല്ലേ? നീ ചെന്നവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞത് അച്ചമ്മേ, പക്ഷെ അവൾക്കും മനസ്സിലാകണ്ടേ? എടാ ചെക്ക, പെൺപിള്ളേരായ കുറച്ച് കുശുമ്പും കുറുമ്പും ഒക്കെ കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കി വേണ്ടേ നീ നിൽക്കാൻ? അച്ചമ്മ പോയിക്കോ, ഞാൻ അവളൊന്ന് വിളിക്കട്ടെ. അവൻ പറഞ്ഞത് കേട്ട് പാർവതിയമ്മ എഴുന്നേറ്റു. വിളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നാളെ അവൾ ഇവിടെ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ. അതിനവൻ മറുപടി പറയാതെ തലയാട്ടി. പാർവതിയമ്മ അവനെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. വാതിലിൽ ചാരി നിൽക്കുന്ന നിലയെ അവൻ അപ്പോഴാണ് കണ്ടത്. വിഷമത്തോടെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അവൻ അവളെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. മെല്ലെ ചുവടുകൾ വെച്ച് അവന്റെ അടുത്തേക്ക് വന്ന അവളെ അവൻ കട്ടിലേക്ക് പിടിച്ചിരുത്തി. എന്താടാ? സങ്കടം നിറഞ്ഞ അവളുടെ മുഖം കൈകളാൽ ഉയർത്തിയിട്ട് അവൻ ചോദിച്ചു. സങ്കടപ്പെടില്ലേട്ടോ, അത് കണ്ട് എനിക്ക് സഹിക്കില്ല. ഒരേങ്ങലോടെ അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. ഏട്ടാ, എന്താ മേടത്തെ വിളിക്കൂ? വിളിക്കാടാ, നീ ചെല്ല്. അവൻ പറയുന്നത് കേട്ട് മുഖമുയർത്തി ഒന്ന് ചിരിച്ചിട്ട് അവൾ അവന്റെ കവിളിൽ ഉമ്മ വെച്ചു.
പുറത്തേക്ക് നടന്ന അവൾ വാതിൽക്കൽ എത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നു. അതെ, വേഗം എട്ടത്തിയമ്മ വിളിച്ച് സെറ്റാക്ക്, ഇല്ലേ ചിലപ്പോ എനിക്കും പണിയാകും. ഡീ അവൻ തലയണയെടുത്ത് എറിയാൻ ഭാവിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. നില പോയ വഴിയെ നോക്കി സൂര്യൻ ആലോചനയിൽ മുഴുകി. പഠിച്ചിരുന്ന സമയം തൊട്ട് ആരെയും അറിയിക്കാതെ ഉള്ളിൽ കൊണ്ടു നടന്ന മോഹമായിരുന്നു കാളിയെന്ന് എല്ലാവരും വിളിച്ചിരുന്ന ദാമി. പക്ഷെ സ്കൂളിലെ തണുപ്പനായിരുന്ന താനും ടെററായിരുന്ന അവളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അകലെ നിന്ന് ആരാധിക്കുമ്പോഴും മുന്നിൽ ചെന്ന് പെടാതിരിക്കുവാനായിരുന്നു അന്നൊക്കെ ശ്രമിച്ചിരുന്നത്. മനസ്സിൽ അന്നുണ്ടായിരുന്ന അപകർഷാബോധമായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ തോന്നിച്ചത്. കൂടെ പഠിക്കുന്ന നവീനുമായി അവൾ അടുപ്പത്തിലായി എന്നറിഞ്ഞപ്പോൾ അന്ന് തോന്നിയ വിഷമം പിന്നീട് പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോഴേക്കും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അത്രയ്ക്കുമേൽ അവൾ മനസ്സിൽ വേരോടിയിരുന്നു. എന്നാൽ വളർന്നപ്പോൾ അതിനേക്കാളൊക്കെ ലഹരി യാത്രകളിൽ കണ്ടെത്തിയതോടെ അതായി പാഷൻ. യാദൃശ്ചികമായിട്ടാണ് അമ്മയുടെ കൂട്ടുകാരിയായിരുന്ന പ്രഭാവതിയുടെ മകളുടെ ആ കല്യാണാലോചന വന്നത്. ഫോട്ടോ കണ്ടപ്പോൾ ദാമിയാണ് ആ പെൺകുട്ടിയെന്ന് തിരിച്ചറിഞ്ഞതും സന്തോഷമായിരുന്നു മനസ്സിൽ. പക്ഷെ അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ വിവാഹത്തിന് താല്പര്യമില്ല എന്നവൾ പറഞ്ഞത് വീണ്ടും മനസ്സിൽ വിഷമമുണ്ടാക്കിയെങ്കിലും വിവാഹ ജീവിതത്തിൽ തനിക്കുമുണ്ടായിരുന്ന താല്പര്യമില്ലായ്മ പറഞ്ഞതോടെ അവൾ അഭിപ്രായം മാറ്റിയപ്പോൾ സത്യത്തിൽ അന്ന് മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു. അവിടെ നിന്നും പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും അവളെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ മനസ്സ് വെമ്പുകയായിരുന്നു എന്ന സത്യം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അവളോട് പെരുമാറിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം മനസ്സിലാക്കുന്നു അവൾ തനിക്ക് ആരാണെന്ന സത്യം. ബാഗും തോളിൽ തൂക്കി അവൾ ഇറങ്ങിപ്പോയപ്പോ കൂടെ പടിയിറങ്ങിയത് തന്റെ മനസ്സുമാണ്. അവളില്ലാതെ ഒരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ സന്തോഷവും എന്നാൽ ആ സന്തോഷം പങ്കിടുവാൻ അവൾ അടുത്തില്ല എന്ന ദുഃഖവും അവന്റെ ഉള്ളിൽ ഒരേ സമയം നിറഞ്ഞു വിങ്ങി. അവന്റെ മനസ്സിലപ്പോൾ നിറഞ്ഞു നിന്നത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിടത്തു നിന്നും എന്തുമാത്രം ദൂരം നമ്മൾ മുന്നോട്ട് പോന്നിട്ടുണ്ടെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ആ വാക്കുകളിൽ കൂടി അവൾ പറയാതെ പറഞ്ഞത് എന്തായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അതിന്റെ സന്തോഷം ഓരോ ഞരമ്പിലും ലഹരിയായി പടർന്നപ്പോൾ അവൻ അവളെ കാണണമെന്ന് തോന്നി. ചേർത്തു പിടിക്കാൻ ഒരാശ. നെഞ്ചിലേക്ക് ചേർത്തു നിർത്തി ആ ഗന്ധം ആസ്വദിക്കുവാൻ മനസ്സ് വെമ്പുന്നു. അവന്റെ കൈകൾ സ്വയം അറിയാതെ കിടക്കയിൽ കിടന്നിരുന്ന ഫോണിലേക്ക് നീണ്ടു. പോർച്ചിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുമ്പോൾ തന്നെ വരാന്തയിൽ നിന്നിരുന്ന അച്ഛനെയും അമ്മയെയും ധനുക്കുട്ടനെയും ദാമി കണ്ടിരുന്നു. സൂര്യന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അവൾ അവരുടെ നോട്ടങ്ങൾക്ക് മറുപടി കൊടുക്കാതെ തല താഴ്ത്തി വീടിനകത്തേക്ക് കയറി. മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയതും പ്രഭാവതി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ ഇതെന്ത് ഭാവിച്ച ദാമി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേ? അമ്മ കയ്യിന്ന് വിട്ടേ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പറയാനുള്ളതല്ല ഞാൻ സൂര്യനോട് പറഞ്ഞിട്ടുണ്ട്. മോളെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിട്ടിറങ്ങി പോന്നാൽ എങ്ങനെയാ? നാളെ ധനൂട്ടനും അവിടുത്തെ നിലക്കൊച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ. അതിനിടയിൽ നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ? ദിനകരൻ പറഞ്ഞു. നിസ്സാര കാര്യോ? അച്ഛൻ പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അവൾ ഇടയ്ക്ക് കയറി. അച്ഛന്റെ നെഞ്ചി ചാരിയെന്ന് മറ്റൊരു പെണ്ണ് കരയുന്നേണ്ട അമ്മ സഹിക്കൂ? തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചത് കേട്ട് പ്രഭാവതി മുഖം താഴ്ത്തി. കണ്ടു, സഹിക്കില്ല, അത്ര ഞാനും ചെയ്തുള്ളൂ. മോളെ, അത് ആ കുട്ടിക്ക് ഒരു വിഷമം വന്നപ്പോ അറിയാതെ പറ്റിപ്പോയതല്ലേ. സൂര്യൻ മോനെ നിനക്കറിയില്ലേ? പാവമല്ലേടാ അവൻ. എന്തിനാ വെറുതെ? അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അങ്ങനെ ഞാൻ കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ വരട്ടെ, അപ്പൊ നോക്കാം. അതും പറഞ്ഞവൾ മുകളിലെ മുറിയിലേക്ക് കയറി വാതിൽ ചാരി. ബാഗ് ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൾ കിടക്കയിലേക്ക് കയറി കൈകൾ വിരിച്ചു കിടന്നു. എന്തുമാത്രം സന്തോഷത്തോടെയാ പിടിപ്പിടഞ്ഞവന്റെ അടുത്തേക്ക് എത്തിയത്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം വെറുതെ. അവൾ ഒറ്റ ഒരുത്തി കാരണം എല്ലാ സന്തോഷവും പോയില്ലേ? അവൾ നിഷയെ മനസ്സിൽ പ്രാഗി. സന്തോഷം ഇല്ലാതായതാണോ അതോ നീ സ്വയം ഇല്ലാതാക്കിയതാണോ? മനസ്സിൽ നിന്നും ഒരു ചോദ്യം. അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വന്തം ഭർത്താവിനെ കണ്ടാൽ ആരായാലും പ്രതികരിക്കില്ലേ? ബുദ്ധി മനസ്സിനോട് തർക്കിച്ചു നോക്കി. എന്തവസ്ഥയാണ് നീ കണ്ടത്? ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നവൻ പറഞ്ഞതല്ലേ? ആലോചിച്ചു നോക്കിയ അത്തരം ഒരു അവസ്ഥയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമല്ലേ അത്? നിനക്ക് അല്പം കൂടി സംയമനം പാലിക്കുകയായിരുന്നു. മനസ്സ് വീണ്ടും ന്യായങ്ങൾ നിരത്തുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളും ഈ ബന്ധം വെറുമൊരു കോൺട്രാക്ട് ആണത്രേ. ഞാൻ വെറുമൊരു കോൺട്രാക്ട് മാത്രമാണ് അവന്. അന്ന് മലമുകളിൽ വെച്ച് ശരീരങ്ങൾ തമ്മിൽ സ്നേഹം പങ്കുവെച്ചപ്പോ മനസ്സിന്റെ ഉടമസ്ഥയും പരസ്പരം കൈമാറുകയായിരുന്നു എന്നവൻ മനസ്സിലാക്കിയില്ലേ? ഉള്ളിൽ മനസ്സിന്മേൽ ബുദ്ധി മേൽക്കോയ്മ നേടുകയാണ്. അതുകൊണ്ടല്ലേടി പൊട്ടിക്കേളി
നിഷയുടെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോന്നപ്പോ അവൻ ഓടിക്കതച്ച് പുറകെ എത്തിയത്? അവിടെ വെച്ച് അവന്റെ പിൻവിളിയിൽ അടങ്ങിയിരുന്നില്ലേ അവന് നിന്നോടുള്ള സ്നേഹവും കരുതലും? മനസ്സ് അതിന്റെ അവസാന ശ്രമവും നടത്തി. അവന്റെ മനസ്സിനും ശരീരത്തിനും അവകാശം ഞാൻ മാത്രമാണ് ഉള്ളിലുള്ളത് കൊണ്ടല്ലേ മറ്റൊരു പെണ്ണിനൊപ്പം അവനെ കണ്ടപ്പോ ഞാൻ പ്രതികരിച്ചത്? അതെന്തേ അവൻ മനസ്സിലാക്കാത്തത്? തോൽവി സമ്മതിക്കാതെ ബുദ്ധി പിടിച്ചു നിന്നു. ശ്ശേ. മനസ്സിൽ കുത്തിയൊലിച്ച ചിന്തകളാൽ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ പല്ല് കടിച്ച് കിടക്കയിൽ കിടന്നുരുണ്ടുകൊണ്ട് മുടിയിലേക്ക് കൈകൾ കോർത്തു വലിച്ചു. ജീൻസിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് സൂര്യനായിരിക്കും വിളിക്കുന്നതെന്ന ചിന്തയിൽ അവൾ കിടക്കയിൽ നിന്നും ചാടി പിടഞ്ഞെഴുന്നേറ്റു. ഫോണിലെ സ്ക്രീനിൽ ഷൈനിയുടെ പേര് കണ്ടതും ഉള്ളിലെ നിരാശ മുഖത്ത് പ്രതിഫലിച്ചു. ആൻസർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹലോ കാളിക്കുട്ടി, എന്നായി? അവനെ കണ്ടോ? എല്ലാം സെറ്റിലായോടി? ആവേശത്തോടെയുള്ള ഷൈനിയുടെ ചോദ്യങ്ങൾ കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നെ ഒന്നും മിണ്ടാത്തേ? അപ്പുറത്തു നിന്നും ഷൈനി വീണ്ടും ചോദിക്കുകയാണ്. ഒന്നുമില്ല. ദാമിയുടെ അടഞ്ഞ ശബ്ദം കേട്ട് അപ്പുറത്ത് ഒരു നിമിഷം നിശബ്ദമായി. ദാമിയടി, എന്നെ പറ്റി? നിനക്കെന്നെ സുഖയില്ലേ? ശബ്ദമില്ല, എന്താ വല്ലാതിരിക്കുന്നേ? ഷൈനിയുടെ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം കേട്ട് കാര്യങ്ങൾ അവളോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് ദാമിയും ഒന്ന് നിശബ്ദയായി. ഡി കോപ്പി, എന്നതാ പ്രശ്നം? നീ വെറുതെ ആളെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നോ? ഷൈനി, എല്ലാം കോളോയടി. അല്പനേരം കൂടി മിണ്ടാതിരുന്നിട്ട് ദാമി മെല്ലെ പറഞ്ഞു. അത് കഴുത്തിന് പിടിച്ച് ഞെക്കിയ പോലുള്ള നിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി മൂഞ്ചി കുത്തിയിരിക്കണെന്ന്. കേട്ടെ, എന്നെ പറ്റി? ഇടിയൻ നിഷപ്പിശാച്ചിന്റെ കല്യാണം നടന്നില്ല. ഏത്? നമ്മുടെ ലുട്ടിയുടെ പുറകെ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ ടീച്ചറുടെയോ? അയ്യോ, അതെന്നെ പറ്റി? അവളെ കെട്ടാൻ നിന്നിരുന്ന ചെറുക്കൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എന്നിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അവൻ അവളെ കാണാൻ പോയിരിക്കുകയായിരുന്നേ. അറിഞ്ഞപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്കും അവളെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി. നീലയുടെ സ്കൂട്ടറും വാങ്ങി ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോ ഉണ്ടല്ലോ, അപ്പോ എന്നെ ഉണ്ടായി. നീ വെറുതെ ആളെ ടെൻഷൻ അടിപ്പിച്ചു കൊല്ലാതെ കാര്യം പറയടി. പറഞ്ഞു വരികയല്ലേ, നീ അതിനിടെ തൂക്കി കയറി വെടിവെക്കാൻ നിന്നാലോ? ആ, എന്നാ തോലക്ക്. ഞാൻ അവിടെ ചെന്നപ്പോഴേ ആ തെണ്ടി അവിടെ നിന്ന് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. കെട്ടിപ്പിടിച്ചോ? അത് പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചതല്ല, പക്ഷെ അവൾ അവന്റെ നെഞ്ചത്തോട്ട് കയറി നിന്ന് കണ്ണീരൊലിപ്പിക്കുകയായിരുന്നു. ആ ലെവലാതി കണ്ടപ്പോ എന്റെ ടെമ്പർ തെറ്റി. അയ്യോ, എന്നിട്ട് അവർ രണ്ടുപേരും ഭേദാശുപത്രിയിലാ. എന്തോന്ന്? അല്ല, നീ എന്തായാലും അവരെ വെറുതെ വിട്ടിട്ടുണ്ടാവില്ലല്ലോ, അതാ ചോദിച്ചത്. ഒന്ന് പോയേടി, ഇവിടെ മനുഷ്യനാകപ്പാടെ മൂട്ടിൽ തീ പിടിച്ച പോലെ ഇരിക്കുക. അപ്പോഴും അവക്കടെ കോപ്പിലെ തമാശ. ആന്നോ? അതിച്ചിരി വെള്ളം കുത്തി ഒഴിച്ചാൽ മതി, കെട്ടോളും. നീ കാര്യം പറയും. എടി, ഞാൻ അവന്റെ അടുത്തുനിന്ന് ഉടക്കിയിട്ടെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. എവിടുന്നും? അവന്റെ വീട്ടിൽ നിന്നോ? അപ്പൊ അവനൊന്നും പറഞ്ഞില്ലേ? പിന്നെ അവൻ പണിഞ്ഞ്. അവള് പെട്ടെന്ന് കരഞ്ഞപ്പോ അവൻ അറിയാതെ ചുമ്മാ തോളി തട്ടി ആശ്വസിപ്പിച്ചു പോയതെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്കത് അങ്ങോട്ട് ദഹിച്ചില്ല. നീ ഉടനെ തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? ഇടി പൊട്ടി, നീ അല്ലാതെ ഈ സമയത്ത് അവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോരോ? പിന്നെ അല്ലാതെ ഞാൻ അവിടെ തന്നെ നിൽക്കണമായിരുന്നു എന്നാണോ നീ പറയുന്നേ? അതെ, നീ അവിടെ നിന്ന് ഇപ്പൊ പോരരുതായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് നിനക്ക് മനസ്സിലായോ? നിഷ അവനെ സ്നേഹിച്ചിരുന്ന കാര്യം നീയാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. ഇപ്പോഴാന്നേ നിഷ ഫ്രീയുമായി നീ അവനെ വിട്ട് വീട്ടിലേക്ക് പോരുകയും ചെയ്തു. അവർക്ക് രണ്ടുപേർക്ക് നല്ലൊരു ചാൻസ് പൊന്നുമോളായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത്രേ ഉള്ളൂ. കൊള്ളാം മോളെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇടി പുല്ല്, നീ എന്റെ മനസമാധാനം കളയാനായിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അവരുടെ പേരും പറഞ്ഞ് വഴക്കിട്ട് പോന്നപ്പോ അവന് മനസ്സിലായി കാണില്ലേ എനിക്കും അവനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം? അതിന് മാത്രമുള്ള ബുദ്ധിയൊക്കെ അവനുണ്ടോ? നീ ഇനി കൂടുതൽ ആലോചിക്കുകയൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് വണ്ടി തിരിച്ച് പോകാൻ നോക്ക്. അയ്യേ, ഞാനെങ്ങുമില്ല. അവിടുന്ന് മാസ ഡയലോഗും കച്ചി ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പൊ വാലമടക്ക് തിരിച്ചില്ലല്ലോ, എന്റെ പട്ടി പോകും. എന്നാ മോള് മോളിൽ കയറി ഇരുന്നോ. നീ ഇരിക്കേണ്ടടുത്ത് നീ ഇരുന്നില്ലേ അവിടെ നായ കയറിയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, നിനക്ക് ഉടനെ തന്നെ അത് കാണാം. ഓ സാമദ്രോഹി, മനുഷ്യന്റെ സമാധാനം കളഞ്ഞല്ലോ ഒടിച്ചൂലേ. ആ തെണ്ടിയെന്നേ ഞാൻ പോന്നിട്ട് ഇതേവരെ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അതുണ്ടായിരുന്നേ അതും പൊക്കി പിടിച്ച് കയറി ചെല്ലായിരുന്നു. ഇതിപ്പോ ഒരുമാതിരി വടി ഒടിയുകയും ചെയ്തു. പാമ്പിട്ട് ചത്തൂല്ലെന്ന് പറഞ്ഞതുപോലെ. ആണോ? നന്നായി. മാമനോടൊന്നും തോന്നല്ലേ മോളെ.
എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. വെച്ചിട്ട് പോടി ശവമേ. ഫോൺ കട്ട് ചെയ്ത് കിടക്കയിലേക്ക് എറിഞ്ഞ ശേഷം ദാമി തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. തുടരും. കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കഥ ഇഷ്ടമാകുന്നവർ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്കുകൾ പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. താങ്ക് യു.